ക്രിസ്തീയ സർവായുധത്തെപ്പറ്റി പ്രതിപാദിക്കുന്ന എഫേസ്യ ലേഖനം 6-ാം അധ്യായം 10 മുതൽ 17 വരെയുള്ള ഭാഗത്തു നിന്നും ആദ്യം നാം ഗ്രഹിക്കേണ്ടത് നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല എന്ന 6-12 ആദ്യ ഭാഗമാണ്. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല എന്നത് നമ്മുടെ പോരാട്ടം മനുഷ്യരോട് അല്ല എന്ന് തന്നെ. കർത്താവിനോട് മത്സരിച്ച് പാതാളത്തിലേക്ക് തള്ളപ്പെട്ട ലൂസിഫർ എന്ന സാത്താൻ, ദൈവം കൂടെ വസിക്കുവാൻ ആഗ്രഹിക്കുന്ന മനുഷ്യൻ ഭൂമിയിൽ ദൈവത്തോടുകൂടെ വസിക്കാതെയും നിത്യതയിൽ കർത്താവിനോടൊപ്പം ചേരാതെയും ഇരിക്കുവാൻ ആദമിനെയും ഹവയെയും ചതിച്ച് കീഴ്പ്പെടുത്തി ദൈവത്തെ തോൽപ്പിക്കുവാൻ ശ്രമിച്ചതുപോലെ ആദാമ്യ സന്തതിയായ മനുഷ്യരിലും അവിശ്വാസവും അനുസരണക്കേടും സംശയവും ഭയവും വൃഥാചിന്തകളും തെറ്റിദ്ധാരണകളും ചതിയും പ്രകോപനവും പകയും വിദ്വേഷവും അങ്ങനെ സകലവിധ തിന്മകളും നിറച്ച് വ്യക്തി, കുടുംബം, സഹോദരങ്ങൾ, ദേശം, ജാതി, മത, വർഗ, രാജ്യങ്ങളെ തിന്മയുടെ പ്രതീകങ്ങളാക്കി മാറ്റി അന്യോന്യം കലഹിപ്പിച്ച് നശിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. സ്നേഹവും സത്യവും നന്മയും നീതിയും വിശുദ്ധിയും കൈമുതലായിരിക്കേണ്ട ദൈവസൃഷ്ടിയായ മനുഷ്യനിൽ എല്ലാ ചതിവും വ്യാജഭാഗവും നിറച്ച് മനുഷ്യരെ തമ്മിൽ കലഹിപ്പിച്ച് നശിപ്പിച്ച് നരകമാകുന്ന തൻ്റെ പാളയത്തിലേക്കാക്കിക്കൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെയും മനുഷ്യൻ്റെയും യഥാർത്ഥ ശത്രുവായ സാത്താൻ എന്ന പഴയ പാമ്പാണ്. ലൂസിഫറിന് നഷ്ടപ്പെട്ട സ്വർഗവും മഹത്വവും നമുക്കും ലഭിക്കാതിരിക്കുവാനായി ഈ ലോകത്തിൽ ജീവനുള്ളതിൻ്റെയൊക്കെ പിന്നിൽ ഒളിഞ്ഞിരുന്ന് ദൈവത്തോട് ഇവിടെയും മത്സരിക്കുന്ന കലഹക്കാരനായ സാത്താനോടാണോ നമ്മുടെ പ്രിയം? അതോ നമ്മെ സൃഷ്ടിച്ച് സ്നേഹിച്ച് രക്ഷിച്ച് സംരക്ഷിച്ച് എന്നേക്കും കൂടെ വസിക്കുവാനും വേണ്ടതെല്ലാം നൽകിത്തരുവാനും ആഗ്രഹിച്ച് നമ്മോടുകൂടെ നിൽക്കുന്ന നല്ല ശമരിയക്കാരനായ കർത്താവിനോടാണോ? നമ്മുടെ പ്രവൃത്തിയാകുന്ന ഫലം കൊണ്ട് നാം എന്ന വൃക്ഷത്തെ തിരിച്ചറിയാമെന്ന് ഓർക്കുക. നമുക്കെതിരെ പ്രവർത്തിക്കുന്ന യഥാർത്ഥ ശത്രു സാത്താനാകുന്ന പാമ്പാണ് എന്ന് തിരിച്ചറിയണമെങ്കിൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന നമ്മുടെ ആത്മീയ കണ്ണുകൾ തുറക്കപ്പെടണം. അതാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്ന ജഡിക മനുഷ്യനും ആത്മീയ മനുഷ്യനും തമ്മിലുള്ള വ്യത്യാസം. ആത്മാവിന് നമ്മുടെ നിയന്ത്രണം വിട്ടുകൊടുക്കുമ്പോൾ പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ നയിക്കുവാൻ തുടങ്ങും. അപ്പോൾ സത്യമാകുന്ന ക്രിസ്തുവിനെക്കുറിച്ചുള്ള ബോധ്യം വരും. എമ്മോസിലേക്ക് പോയ ശിഷ്യന്മാരുടെ കണ്ണ് തുറന്നത് ഉത്തമ ഉദാഹരണമാണ്. യേശുവിൻ്റെ കഷ്ടാനുഭവ കഥ അവർ യാത്രയിലുടനീളം കൂടെ നടന്നയാളോട് സംസാരിക്കുകയും കർത്താവ് വാഴ്ത്തി നുറുക്കി നൽകിയ അപ്പം സ്വീകരിക്കുകയും ചെയ്തപ്പോൾ അവരുടെ കണ്ണ് തുറന്നു. അവർ ചെയ്തത് സുവിശേഷ വേലയാണ്. കടന്നു പോകാൻ ശ്രമിച്ച വഴിപോക്കനെ ഭക്ഷണം കഴിക്കുവാനും അന്തിയുറങ്ങുവാനും വീട്ടിലേക്ക് ക്ഷണിച്ച് അവർ ചെയ്തത് കാരുണ്യ പ്രവർത്തികളായിരുന്നു. എമ്മോസിലേക്ക് പോയ ശിഷ്യന്മാരുടെ കണ്ണു തുറക്കുവാൻ അവരുടെ കർത്താവിനോടുള്ള താല്പര്യവും അവരുടെ കാരുണ്യ പ്രവർത്തികളും കാരണമായെങ്കിൽ ഇതുതന്നെയാണ് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ ദൈവവചനം കേട്ട തുയത്തെര പട്ടണക്കാരത്തിയായ രക്താംബരം വിൽക്കുന്നവളുമായി ലുദിയ എന്ന സ്ത്രീക്ക് സംഭവിച്ചത്. അപ്പോസ്തല പ്രവർത്തികൾ 16-14. വചനത്തോട് അവൾക്ക് താല്പര്യമുണ്ടായപ്പോൾ പൗലോസ് സംസാരിച്ചത് ശ്രദ്ധിക്കേണ്ടതിന് കർത്താവ് അവളുടെ ഹൃദയം തുറന്നുകൊടുത്തു. പ്രിയമുള്ളവരെ, നമ്മുടെ ആത്മീയ കണ്ണുകൾ അടച്ച് മനുഷ്യരെ തമ്മിൽ കലഹിപ്പിക്കുന്ന സാത്താനോടാണ് നാം യഥാർത്ഥത്തിൽ പോരാടേണ്ടത്. അല്ലാതെ കാഴ്ച കൊണ്ടും ചിന്ത കൊണ്ടും പ്രവൃത്തി കൊണ്ടും നാം സാത്താൻ അടിമപ്പെട്ടാൽ ഈ ഭാഗത്ത് പറയുന്ന സത്യദൈവത്തിൻ്റെയും നീതിയുടെ ആയുധങ്ങളായ ക്രിസ്തീയ സർവായുധത്തിന് പകരം യഹോവയോട് കോപിച്ച സഹോദരനെ കൊന്ന കയ്യിൻ്റെ ആയുധങ്ങളെ നാം ആശ്രയിക്കും. അതാണ് നമുക്ക് ചുറ്റും ഇന്ന് കാണുന്ന ക്രിസ്ത്യാനിയുടെ അധപതനം, വിശുദ്ധമായിരിക്കേണ്ട ദൈവജനത്തിൻ്റെ പതനം. നാം സഹോദരനെ കൊന്ന കയ്യിനെ പോലെ ആകണോ? അതോ ക്രിസ്തീയ സർവായുധവർഗം ധരിച്ച് ഈ ലോകത്തെയും സാത്താനെയും ജയിക്കണോ? രണ്ടാമത്തേതാണെങ്കിൽ നമുക്ക് കർത്താവ് തുണ. ഈ സത്യം തിരിച്ചറിയുവാനും സ്വീകരിക്കുവാനും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മക്കണ്ണുകളെ തുറക്കണമേ എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ദൈവനാമം മഹത്വപ്പെടട്ടെ. ആമീൻ.